വിവിധ തരം ഓഡിറ്റ് റിപ്പോർട്ടുകളും അവ ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരിടാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉള്ളത്. അതിലൊന്നാമത്തേത് ക്ലീൻ റിപ്പോർട്ടാണ്. ക്ലീൻ റിപ്പോർട്ട് എന്നാൽ നമ്മളുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അതെല്ലാം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിലെല്ലാം നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടുകൾ സത്യമാണ്, ഞാനത് പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഓഡിറ്റർ അവിടെ സർട്ടിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തേത് ക്വാളിഫൈഡ് ഒപ്പീനിയനാണ്. ക്വാളിഫൈഡ് ഒപ്പീനിയനിൽ നമ്മൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സും അയാൾക്ക് സ്വീകാര്യമല്ല. അത് ഒരുപക്ഷെ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് അല്ലാത്തതാവാം, അതല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് അയാൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തതാവാം. അങ്ങനെയുള്ള പല വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ്സ് അതല്ലെങ്കിൽ ഇൻവെന്ററി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം സെലക്ടഡ് ആയിട്ടുള്ള ചില സംഗതികളിൽ മാത്രം അയാൾ പറയുന്നു എനിക്ക് ആവശ്യമായ എവിഡൻസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആയിട്ടില്ല എന്നുള്ളത് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഇതിൽ മൂന്നാമത്തതാണ് ഏറ്റവും മാരകമായത്. എന്ത് വില കൊടുത്തും നിങ്ങളത് ഒഴിവാക്കേണ്ടതാണ്. അതിന് അതിന്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ക്വാളിഫൈഡ് ആണെങ്കിലും ഡിസ്ക്ലൈമർ ആണെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ വാങ്ങി കയ്യിൽ വയ്ക്കുന്നത് അത്ര ബുദ്ധിപൂർവകമല്ല. നിങ്ങൾ ഒരു ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി ചെല്ലുമ്പോഴോ അതല്ലെങ്കിൽ പിന്നീട് ഈ റിപ്പോർട്ടുകളെല്ലാം കോവായമിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസിനും ടാക്സ് അതോറിറ്റീസിനും എല്ലാം അക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ നമ്മളെ നാളെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കാനും നമ്മൾ വളരെ ഉറക്കെ പറയുകയാണ്, നമ്മളുടെ കമ്പനിക്കകത്തുള്ള സിസ്റ്റം കറക്റ്റ് അല്ല, നമ്മളുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് പ്രോപ്പർ അല്ല. ബേസിക്കലി നമ്മൾ പറയുന്നത് നമുക്ക് പ്രോപ്പർ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു ഡിസ്ക്ലെയിമർ റിപ്പോർട്ടിലൂടെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് വാങ്ങാനായിട്ട് വലിയ അധ്വാനമൊന്നുമില്ല. അക്കൗണ്ടന്റിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്തു തരുന്ന കൺസൾട്ടന്റിനോ വലിയ അധ്വാനമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്യാം. ഈവൻ കുറച്ച് ഫീസും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആളുകൾ അത് ഷോർട്ട് കട്ട് നോക്കും. പക്ഷെ ആ ഷോർട്ട് കട്ട് പിന്നീട് ബാക്ക് ഫയർ ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക.